ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാമ്പങ്ങ അച്ചാറിട്ടതാണ്. എൻ്റെ ആദ്യത്തെ പരീക്ഷണവും കൂടെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഞാനിന്നൊരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ മൺചട്ടിയിലാണ് അച്ചാറിടുന്നത്. അതിന് വേണ്ടി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിൽ ചൂടായി വരുമ്പോൾ അതിനകത്ത് ഉലുവ ഇടണം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉലുവ ഇട്ട് അതിങ്ങനെ ചൂടായി അതിങ്ങനെ പൊട്ടി വരുമ്പം പിന്നെ ഒരു ടീസ്പൂൺ കടുകും കൂടി ഇട്ട് അതും കൂടെ പൊട്ടി വന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലോണം ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഒരു ബ്രൗണിഷ് കളർ വരുമ്പം അതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ അച്ചാർ മസാലയും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതൊരു 3-4 ടീസ്പൂൺ ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെ നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമ്മളിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചാമ്പങ്ങ, ഇതിപ്പോൾ ഞാൻ പൊളത്തി വെച്ചിരിക്കുന്ന ചാമ്പങ്ങ, അതും കൂടെ ഇട്ട് നമ്മൾ വിനീഗർ ചേർത്ത് നല്ലോണം ഇളക്കണം. ഞാൻ ചാമ്പങ്ങേൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടാട്ടോ അച്ചാറിട്ടത്. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലാസ്റ്റ് നമ്മളിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് നല്ലോണം യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും, കാരണം ഒന്ന് ആവി അടിച്ചാൽ വെന്ത് വരും. അത്രയും ഇതാണ്. അപ്പം ഒന്ന് വെന്ത ശേഷം നമ്മൾ തുറന്ന് നോക്കിയാൽ നമ്മൾ അച്ചാർ റെഡിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.